ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് എൻ്റെ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ യഹോവയായ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്തു: അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. വാഗ്ദത്തസന്തതിയായ ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത കനാനിലേക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്നതായ കൽപ്പനയാണ്: അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അടിമ വീടായ മിസ്രയീം, വാഗ്ദത്ത സന്തതിയായ ഇസ്രായേൽ എങ്ങനെ മിസ്രയീമിൽ അടിമത്വത്തിലായി? അത് ഗൗരവമേറിയൊരു വിഷയമാണ്, വളരെ അഗാധമായൊരു വിഷയമാണ്. ദൈവം അബ്രഹാമിനെ വിളിച്ചു. കൽദേ പട്ടണമായ ഊരിൽ നിന്നാണ് അബ്രഹാമിനെ വിളിക്കുന്നത്. ദൈവം ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ അവനിൽ ആശ വെച്ചുകൊണ്ട്, അവനിൽ ചവിട്ടി നിന്നുകൊണ്ട് വൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവനെ വിളിക്കുന്നത്. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അങ്ങനെ അബ്രഹാം പുറപ്പെട്ടു. അബ്രഹാം ദൈവശബ്ദം കേട്ടപ്പോൾ ഇത് ദൈവശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞു. അതാ ദൈവം അവനെ നീതിയായി കണക്കിട്ടു നാം വായിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ ജനം, ഇസ്രായേൽ ജനം എന്തുകൊണ്ട് മിസ്രയീമിൽ അടിമകളായി? നമുക്കറിയാം, അബ്രഹാം പാർക്കുന്നതായ സ്ഥലത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഭാര്യയുടെ ആലോചന കേട്ട് ക്ഷാമമില്ലാത്ത മിസ്രയീമിലേക്ക് പോയി. അത് ദൈവിക വഴിവിട്ടുള്ള പോക്കായിരുന്നു. അബ്രഹാം തിരിച്ചറിഞ്ഞില്ല. അവിടെ പോയി പാർത്തു. അബ്രഹാമിനെ ഭയം കീഴടക്കി. ദൈവിക സംസർഗം അബ്രഹാമിന് നഷ്ടപ്പെട്ടു. ഉൽപ്പത്തി 12:7 ദൈവത്തിൻ്റെ അരുളപ്പാട് അബ്രഹാമിന് കിട്ടുന്നുണ്ട്. അതിനുശേഷം ദൈവവുമായുള്ള ബന്ധം അബ്രഹാമിനില്ലാതെ പോയി. എന്നാൽ അബ്രഹാം ഒരു തിരിച്ചറിയാതെ പോയി. അബ്രഹാമിനെ വിളിച്ച വിളി അബ്രഹാം ഓർക്കേണ്ടതായിരുന്നു. എന്നാൽ അത് ഓർക്കാതെ, ദൈവമുഖത്തേക്ക് നോക്കാതെ, ദൈവത്തിൻ്റെ ആലോചന കേൾക്കാതെ അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടു പോയി. അബ്രഹാം സ്വന്തം ബുദ്ധിയിൽ ആലോചിച്ചു. ഭാര്യയെ കള്ളം പറയാൻ പ്രേരിപ്പിച്ചു. അബ്രഹാം കള്ളം പറഞ്ഞു. മിസ്രയീമിൽ പോയി പാർത്തു. എന്നാൽ നാം വായിക്കുന്നു, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 18-19 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് നാം കാണുന്നത്: അപ്പോൾ ഫറവോൻ അബ്രഹാമിനെ വിളിച്ചു. നീ എന്നോട് ഈ ചെയ്തതെന്ത്? ഇവൾ നിൻ്റെ ഭാര്യ എന്ന് എന്നെ അറിയിക്കാഞ്ഞത് എന്ത്? അവൾ എൻ്റെ സഹോദരി എന്ന് എന്തിന് പറഞ്ഞു? ഞാൻ അവളെ ഭാര്യയായിട്ടെടുപ്പാൻ സംഗതി വന്നുപോയല്ലോ. ഇപ്പോഴിതാ നിൻ്റെ ഭാര്യ, അവളെ കൂട്ടിക്കൊണ്ട് പോക എന്ന് പറഞ്ഞു. പുറജാതി രാജാവായ ഫറവോൻ്റെ മുൻപിൽ ദൈവം വിളിച്ച് വേദരിച്ച ദൈവബദലായ അബ്രഹാം തലകുനിച്ച് നിന്നു. അബ്രഹാം പരാജിതനായി നിന്നു. അബ്രഹാമിൻ്റെ പാപം വെളിപ്പെട്ടു. പുറജാതി രാജാവായ ഫറവോൻ, സാത്താൻ്റെ പ്രതീകമായ ഫറവോൻ, അവൻ്റെ രാജ്യത്ത് വച്ച് അബ്രഹാമിൻ്റെ മുഖത്ത് നോക്കി. അവൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അബ്രഹാമിനോട് ചോദിച്ചു: നീ എന്തിന് എന്നോട് കള്ളം പറഞ്ഞു? നിൻ്റെ ഭാര്യയാണെന്ന് എന്നോട് പറയാതിരുന്നതെന്ത്? മാത്രമല്ല, അവൾ നിൻ്റെ സഹോദരിയാണെന്ന് നീ എന്തിനെന്നോട് പറഞ്ഞു? കാപഠ്യം, വഞ്ചന, സാത്താൻ്റെ വഴി, വളഞ്ഞ വഴി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവളെ എൻ്റെ ഭാര്യയായിട്ടെടുപ്പാൻ സംഗതിയായല്ലോ. തീർത്താൽ തീരാത്ത നഷ്ടം അബ്രഹാം വരുത്തി വെച്ച വിനയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കും, ദൈവം കൊടുത്തതായ വാഗ്ദത്ത സന്തതി ഈ സാറയിലൂടെയാണ് കൊടുക്കേണ്ടത്. ആ സാറ ഇന്ന്
ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഫറവോൻ്റെ ഭാര്യയായി നിൽക്കുന്നു. എന്തൊരു ഭയാനകമായ അവസ്ഥ! ഈ അവസ്ഥ ഇന്നത്തെ തലമുറയിലും പ്രസക്തമാണ്. ഇന്ന് അനേകർ ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞ് നിൽക്കേണ്ടവർ ഇന്ന് ദൈവമായുള്ള ബന്ധമില്ലാതെ, ദൈവീയ അരുളപ്പാടില്ലാതെ, ദൈവമായുള്ള സംസർഗമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദയനീയമായ കാഴ്ച നമുക്ക് കാണാം. അവിശ്വാസത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നതായ അവസ്ഥ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവർ, ഈ അബ്രഹാമിനെ ദൈവം കണ്ടുകൊണ്ടിരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 5-ാം വാക്യത്തിൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു, എൻ്റെ നാമം ഇടപെടാതെ എല്ലായ്പ്പോഴും ദുഷിക്കപ്പെടുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം 20-ാം വാക്യത്തിൽ യെഹെസ്കേലിലൂടെ ദൈവം അരുളി ചെയ്തു, അവർ എൻ്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കി. ഇസ്രായേൽ ജനം എൻ്റെ വിശുദ്ധനാമത്തെ എൻ്റെ ജനമായ ഇസ്രായേൽ അശുദ്ധമാക്കി. പുതിയ നിയമത്തിൽ റോമാലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന, ദൈവമക്കളെന്നറിയപ്പെടുന്ന, രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്ന വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവനാമം ദുഷിക്കപ്പെടുന്നു. പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയും, അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടുന്നു. ദുരുപദേഷ്ടാക്കന്മാർ നിമിത്തം ഇന്ന് അതിനെ ധാരാളം കാണുന്നു. ഇന്ന് എവിടെ നോക്കിയാലും അതിനെ നാം കാണുന്നു. ഈ ദുരുപദേഷ്ടാക്കന്മാർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടുന്നു. സത്യമായി വിളിച്ചു പറയാൻ ആളില്ല. ജനത്തെ നേർമാറിൽ നടത്താൻ ആളില്ല. ദൈവമക്കളെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ജനം അതെല്ലാം തിരിച്ചറിയാതെ പോയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്, ഫറവോൻ അവനെക്കുറിച്ച് തൻ്റെ ആളുകളോട് കൽപ്പിച്ചു, അവർ അവനെയും അവൻ്റെ ഭാര്യയെയും അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു. ഫറവോൻ മിസ്രൈമിലുള്ളവരോട് പറഞ്ഞു, ഇവൻ ആരാണ്, അവൻ്റെ ഭാര്യ ആരാണ്, എല്ലാം പറഞ്ഞു കൊടുത്തു. അവനുള്ള സകലവുമായി അവർ അവനെ പറഞ്ഞയച്ചു. എൻ്റെ പ്രിയപ്പെട്ടവർ, ദൈവം ഫറവോനോട് ഇടപെടുന്നതായി നാം കാണുന്നുണ്ട്. അബ്രഹാമിന് ദൈവത്തിൻ്റെ അരുളപ്പാടില്ല, എന്നാൽ ഫറവോൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു. ഫറവോൻ്റെ കുടുംബത്തിൽ ദണ്ഡനങ്ങൾ വരുന്നു. ഫറവോനും അവൻ്റെ കുടുംബത്തിനും ദണ്ഡനങ്ങൾ വന്നപ്പോൾ ഫറവോൻ തിരിച്ചറിഞ്ഞു ഇത് ദൈവകോപമാണ്. അല്ല, ഫറവോൻ തിരിച്ചറിഞ്ഞിട്ടും അബ്രഹാം തിരിച്ചറിഞ്ഞില്ല. മിസ്രയീമിൽ നിന്ന് അബ്രഹാമിനെ അവർ പറഞ്ഞയച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. നമുക്ക് 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരാം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. അവരെവിടെ നിന്ന് പുറപ്പെട്ടു പോയോ ആ സ്ഥലത്തേക്ക് അവർ മടങ്ങി വന്നു. അബ്രഹാമുണ്ട്, അവൻ്റെ ഭാര്യയായ സാറയുണ്ട്, അവൻ്റെ സർവ്വസമ്പത്തുമുണ്ട്, എല്ലാമായിട്ട് അവൻ മടങ്ങി വന്നു. എന്നാൽ പാപബോധം നഷ്ടപ്പെട്ടവനായി അവൻ വന്നു, പാപബോധമില്ലാത്തവനായി അവൻ വന്നു. എന്താണ് കാരണം? ഉൽപ്പത്തി 13:2 നാം ഇങ്ങനെ വായിക്കുന്നു, കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അബ്രഹാം അങ്ങോട്ട് പോകുന്നതിനേക്കാൾ വലിയ സമ്പന്നനായി അബ്രഹാം തിരികെ വന്നു. അബ്രഹാമിൻ്റെ ഉള്ളത്തിൽ സന്തോഷമാണ്. ഈ ലോകത്തിൻ്റെ സമ്പത്ത് കിട്ടിയപ്പോൾ അബ്രഹാമിന് സന്തോഷമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, അത് അബ്രഹാം തന്നെ പറഞ്ഞതാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ അബ്രഹാം സാറയോട് പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമുക്കത് വായിച്ചു കേൾക്കാം. 12:13, നീ എൻ്റെ സഹോദരി എന്ന് പറയണം, എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. പ്രാണഭയത്തിലായി അബ്രഹാം രക്ഷപ്പെടുന്നതിന് വേണ്ടി ദൈവീക മാർഗമല്ല, കൃത്രിമമാർഗമാണ് ഉപയോഗിക്കുന്നത്, വളഞ്ഞ വഴിയാണ് ഉപയോഗിക്കുന്നത്. നീ എൻ്റെ ഭാര്യ എന്ന് പറയരുത്, നീ എൻ്റെ സഹോദരി എന്ന് പറഞ്ഞാൽ അത് നിമിത്തം എനിക്ക് നന്മ വരും. ഏതാണ് നന്മ? ഭൗതികമായ നന്മ. ഭൗതികമായ നന്മയാണ് അപ്പോൾ അബ്രഹാമിൻ്റെ കണ്ണിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവമെതിലായി അബ്രഹാം ഭൗതിക നന്മയിലേക്ക് തിരിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭയാനകമായ അവസ്ഥയിൽ വിശ്വാസികൾ അതപ്പറിച്ചു പോയിരിക്കുകയല്ലേ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഓരോരുത്തരുടെയും അവസ്ഥ. ഞാനും എന്ന ഈ ഭൗതിക ജീവിതത്തിൽ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ എനിക്ക് സമ്പത്ത് വേണം, എനിക്ക് ആരോഗ്യം വേണം, എനിക്ക് ആഹാരം വേണം, എനിക്ക് എൻ്റെ സ്വന്തം കാര്യമെന്ന് ചിന്തിക്കുന്നവരായി മാറിപ്പോയില്ലേ ഇന്ന് സമൂഹം? അതല്ലേ ഈ കലഹങ്ങളും ഇന്ന് കോടതികളും എല്ലാം നടക്കുന്നത്? വളരെ വ്യക്തമായി നമുക്കറിയാം. പക്ഷെ കണ്ണുകാഴ്ച പോയല്ലോ, കണ്ണുകാഴ്ച പോയി. അബ്രഹാമിൻ്റെയും കണ്ണുകാഴ്ച പോയി.
ദൈവത്തിൻ്റെ സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു. വിശ്വാസികളുടെ കാര്യമാണ്, വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന ദൈവമക്കളുടെ കാര്യമാണ് ഈ പറയുന്നത്. നന്മയെ തിന്മയെന്ന് പറയുക, തിന്മയെ നന്മയെന്ന് പറയുക, ഇരുട്ടിനെ വെളിച്ചമായി കാണുക, വെളിച്ചത്തെ ഇരുട്ടായി കാണുക, കയ്പിനെ മധുരമായി കാണുക, മധുരത്തെ കയ്പായി കാണുക. ഭയാനകമായ അവസ്ഥ എന്ന് നാം അതിലായിപ്പോയിരിക്കുന്നു. ഇന്ന് അനേകരുടെ സന്തോഷം എന്തിലാണ്? ദൈവം വേദനിക്കുന്ന വിഷയങ്ങളെ മനുഷ്യൻ സന്തോഷിക്കുന്നു. ദൈവം വെറുക്കുന്ന കാര്യങ്ങളെ മനുഷ്യൻ സ്നേഹിക്കുന്നു. ഈ ലോകത്തെ സ്നേഹിച്ച്, ഈ ലോകത്തിലെ നന്മകളിൽ ആശ്രയിച്ച്, ഈ ലോകത്തിൽ കണ്ണും നട്ട് അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യരായി അതപ്പറിച്ചു പോയിരിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ യിരെമ്യാവിലൂടെ ദൈവം കൽപ്പിച്ചു: ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലമറിയുന്നു, കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങിവരവിനുള്ള സമയമനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. സ്തോത്രം. ദൈവജനമേ, നമുക്ക് നമ്മിലേക്ക് തന്നെ നോക്കാം. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ഏതോ ഒരു സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാം. ഈ ലോകത്തിൻ്റെ ഗതിവിഗതികൾ ശ്രദ്ധിക്കുന്ന ഏതോ ഒരു സാധാരണക്കാരനോട് മനസ്സിലാവും. എന്നാൽ യിരെമ്യാ പ്രവാചകൻ വേദനയോടെ പറഞ്ഞു: ആകാശത്തിലെ പെരിഞ്ഞാറ് തൻ്റെ കാലം അറിയുന്നു, കുറുപ്രാവും മീവൽ പക്ഷിയും അടങ്ങി വരാനുള്ള സമയം അനുസരിക്കുന്നു. എത്ര അകലെ പോയിരുന്നാലും, ഇരതേടി എത്ര അകലെ പോയാലും അത് മടങ്ങി വരവിൻ്റെ സമയം കൃത്യമായി അറിഞ്ഞവർ മടങ്ങി വരുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ദൈവ വഴിവിട്ടുപോയ ജനം, അവർ ഗൗരവം അറിയുന്നില്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുമെന്ന് അറിയുന്നില്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പറന്നുയരേണ്ടത് വിശുദ്ധന്മാർ മാത്രമാണെന്നവർ അറിയാതെ പോകുന്നു. ജനം തിരിച്ചറിയാറ് എന്ന് മൂഢരായി പോയിരിക്കുന്നു. അവിടെ ആത്മക്കണ്ണുകൾ അടഞ്ഞു പോയിരിക്കുന്നത് നാം കാണുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ഇപ്രകാരം പറയും: കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. മൃഗങ്ങൾ പോലും തിരിച്ചറിയുന്നു. ആത്മാവില്ലാത്ത ശരീരവും ജീവനുമുള്ള പ്രാണികൾ പോലും തിരിച്ചറിയുന്നു. കാള തൻ്റെ ഉടയവനെ അറിയുന്നു, കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ ജനം, ഞാൻ വിടുവിച്ച എൻ്റെ ജനം, ഞാൻ എൻ്റെ തിരുരക്തം കൊടുത്ത്, എൻ്റെ ജീവൻ കൊടുത്ത് വീണ്ടെടുത്ത എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ മാംസം തീയിൽ ചുട്ട് കഴിച്ചതായ ജനം, പെസഹ കുഞ്ഞാട് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം, സൗജന്യമായ വീണ്ടെടുപ്പ് കിട്ടിയ ജനം, എൻ്റെ ജനമോ അറിയുന്നില്ല. അവർ ഗ്രഹിക്കാൻ നടക്കുന്നു, ആത്മക്കണ്ണുകൾ അടഞ്ഞു നടക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്. ഉൽപ്പത്തി 13:11: ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. ലോത്ത് യോർദാൻ അരികെയുള്ള നീരോട്ടമുള്ള പ്രദേശങ്ങൾ തിരഞ്ഞെടുത്തു. ലോത്തിൻ്റെ നോട്ടം ഈ ഭൂമിയിലാണ്. ഈ ഭൂമിയിലെ സമൃദ്ധിയാണ് ലോത്ത് നോക്കുന്നത്. ലോത്ത് അബ്രഹാമിനെ വിട്ടു. അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ് ലോത്ത് വേർപെട്ടു പോയി. അവൻ പിരിഞ്ഞ് മാറിപ്പോയി. ഉൽപ്പത്തി 13:15 നമുക്ക് വായിക്കാം. 15-ാം വാക്യം: നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 15-ാം വാക്യത്തിലാണ് പിന്നീട് ദൈവത്തിൻ്റെ അരുളപ്പാട് അബ്രഹാമിന് കിട്ടുന്നത്. ദൈവം താണു വന്നു. അവിശ്വാസിയായി ദൈവടിയിലേക്ക് വരാറ്, പാപബോധമില്ലാതെ തകർന്ന ഹൃദയമില്ലാതെ നിൽക്കുന്ന അബ്രഹാമിനോട് ദൈവം ഇടപെടുകയാണ്. ദൈവം അരുളി ചെയ്യുകയാണ്. എന്താണ് അരുളി ചെയ്യുന്നത്? ദൈവത്തിന് സ്തോത്രം. നീ കാണുന്ന ഭൂമിയൊക്കെയും നിനക്ക് എൻ്റെ സന്തതിക്കും ശാശ്വതമായി ഞാൻ തരും. തൻ്റെ വചനം കൊടുക്കുകയാണ്. ഇന്നും വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന അവിശ്വാസികളായ ജനത്തിന് ദൈവം വചനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ദൈവത്തിൻ്റെ ന്യായമാണ്, ദൈവത്തിൻ്റെ നീതിയാണ്. നീതിമാനായ ദൈവം ദൈവത്തിൻ്റെ വചനം ഓരോ ജനത്തിനും കൊടുക്കുന്നു, ഓരോ കാലത്തും കൊടുക്കുന്നു. ഓരോ കാലത്തും തൻ്റെ മക്കളിലൂടെ ദൈവം വചനം കൊടുക്കുന്നു. ഈ വചനം അനുസരിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. അനുസരിക്കുന്നതിലേക്ക് രക്ഷപ്പെടുകയില്ല.
ദൈവം കോപത്തോടെയല്ല, ക്രോധത്തോടെയല്ല തന്റെ ജനത്തെ നോക്കുന്നത്. നിങ്ങൾ മറക്കരുത്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. ഒന്നും ദൈവം കണക്കാക്കുന്നില്ല. അവന് സാധിക്കില്ല, ദൈവത്തിനറിയാം. സൃഷ്ടിയായ മനുഷ്യന് സാധിക്കുകയില്ല എന്ന് സൃഷ്ടാവായ ദൈവത്തിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 17:30 നാം വായിക്കുന്നത്, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാറ് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. അബ്രഹാമേ, നീ ഒരിക്കൽ വിശ്വസിച്ചവനാണ്, നീ ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ച് നീ ഇറങ്ങി പുറപ്പെട്ടവനാണൊക്കെ ശരിയാണ്. എന്നാൽ ഇപ്പോൾ നീ വീണ്ടും സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നീ വീണ്ടും യഥാസ്ഥാനപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവത്തോട് നീ നിരപ്പാകേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം അരുളപ്പാട് കൊടുത്ത് നീ കാണുന്ന ഭൂമിയൊക്കെ നിനക്ക് നിന്റെ സന്തതിക്ക് ഞാൻ ശാശ്വത അവകാശമായി തരും. 18-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി 13:18. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. ശാപകരമായ സ്ഥലത്ത് നിന്ന് അബ്രഹാം വീണ്ടും കൂടാരം നീക്കി. ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടി, ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനം അബ്രഹാമിന് കിട്ടി. അബ്രഹാം അവിടെ നിന്ന് വിട്ടു. അബ്രഹാം അവിടെ നിന്ന് മമ്രയുടെ തോപ്പിലേക്ക് വന്നു. മമ്രയുടെ തോപ്പിലാണ് അബ്രഹാമിനോട് താമസിക്കുന്നത് മുഴുവനും. ദൈവം കണ്ട സ്ഥലമേതാണ്. അവിടെയായിരുന്നു അബ്രഹാം പാർക്കേണ്ടിയിരുന്നത്. ഉൽപ്പത്തി 12:7 നിന്ന് അബ്രഹാം പോകേണ്ടത് മമ്രയുടെ തോപ്പിലേക്കായിരുന്നു. എന്നാൽ ഇടയ്ക്ക് അബ്രഹാം നിന്നുപോയി. അവിടെയാണ് കേട് പറ്റിയത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കേട് വന്നിട്ടുണ്ടോ? വേഗം നിരപ്പായിക്കൊള്ളുക. എവിടെ നമുക്ക് തെറ്റ് വന്നു, നമ്മൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞുകൊള്ളുക. അവൻ ക്ഷമിക്കുന്നവനാണ്. പാപത്തെ വേർത്തുപേക്ഷിച്ചു കൊള്ളുക. അവൻ കരുണ കാണിക്കുന്നവനാണ്. സ്തോത്രം. അബ്രഹാം ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു എന്ന് നാം കാണുന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. അതിൻ്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. സ്തോത്രം. നിത്യനായ ദൈവം അബ്രഹാമിനോട് വീണ്ടും ഇടപെടുകയാണ്, വചനം കൊടുക്കുകയാണ്. എന്താണ് ദൈവം അരുളി ചെയ്യുന്നത്? അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. സ്തോത്രം. അബ്രഹാമേ, ഈ ഭൂമിയിലെ പ്രതിഫലത്തിലേക്ക് നീ നോക്കല്ല്, ഈ ഭൂമിയിലെ സമൃദ്ധിയിലേക്ക് നീ നോക്കല്ല്. നിന്റെ സംരക്ഷണം മറ്റാരുമല്ല കേട്ടോ. നീ മിസ്രൈമിലേക്ക് പോയപ്പോൾ നീ ഭയപ്പെട്ടില്ലേ? അവിടെ നിനക്ക് സംരക്ഷണം, നിനക്ക് അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ കള്ളം പറഞ്ഞാലേ പറ്റുമോ നിനക്ക് തോന്നിയില്ലേ? നിൻ്റെ ഭാര്യയെ കൊണ്ട് കള്ളം പറയിപ്പിക്കണം നിനക്ക് തോന്നിയില്ലേ? അവിടെ എല്ലാം നിനക്ക് തെറ്റുപറ്റി. ദൈവം പറഞ്ഞു, സ്തോത്രം, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും. ഞാനാണ് നിൻ്റെ പരിച, ഞാനാണ് നിൻ്റെ അതിമഹത്തായ പ്രതിഫലം. നിന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നത് ഞാനാണ്. നിന്നെ കാറ്റ് സൂക്ഷിക്കുന്നത് ഞാനാണ്. എൻ്റെ ചിറകിൻ മറവിലാണ് ഞാൻ നിന്നെ മറയ്ക്കുന്നത്. നിനക്കുള്ള പ്രതിഫലം ഞാനാണ്. സ്തോത്രം. നിത്യനായ ദൈവം പറയുകയാണ്, ഞാൻ തന്നെയാണ് നിൻ്റെ പ്രതിഫലം. ദൈവത്തിന് സ്തോത്രം. പുതിയ വാഗ്ദത്തം അവന് കൊടുത്തു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമ്മശേക്കുകാരനായ എലയാസാർ അത്രേ എന്ന് പറഞ്ഞു. സ്തോത്രം. അടുത്ത വാക്യം കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്നും അബ്രഹാം പറഞ്ഞു. അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ദൈവത്തോട് പരിഭവമാണ്. അബ്രഹാം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചിട്ടില്ല. അബ്രഹാം വചനം കേട്ടു, ദൈവത്തിന് അരുളപ്പാട് കിട്ടി. അബ്രഹാം ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, മമ്രയുടെ തോപ്പി പോയി പാർക്കുന്നുണ്ട്. പക്ഷേ ഹൃദയം ദൈവവുമായി നിരപ്പായിട്ടില്ല. ദൈവത്തോട് ഇപ്പോഴും പരിഭവമാണ്. എന്താണ് അബ്രഹാം പറയുന്നത്? നീ അരുളപ്പാടുകളൊക്കെ തന്നു, നീ എന്നെ വിളിച്ച് വേർതിരിച്ച്, പക്ഷേ നീ എനിക്ക് മക്കളെ തന്നിട്ടില്ല, നീ എനിക്ക് വാഗ്ദത്ത സന്തതിയെ തന്നിട്ടില്ല. പരിഭവ ഹൃദയത്തിൽ നിൽക്കുന്നു. 4-ാം വാക്യം നമുക്ക് വായിക്കാം. അവൻ നിന്റെ അവകാശിയാകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവൻ്റെ യഹോവയുടെ അരുളപ്പാടുണ്ടായി. നിത്യനായ ദൈവം, സ്നേഹവാനായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ ദാസനല്ല നിന്റെ അവകാശി. അവൻ നിന്റെ അവകാശിയാകയില്ല. നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പുറപ്പെടുന്നവൻ നിന്റെ അവകാശിയാകും. കൃത്യമായി ദൈവം വചനം കൊടുത്തു അബ്രഹാമിന്. നിനക്ക് ഞാൻ വാഗ്ദത്ത സന്തതിയെ തരാം, നിന്റെ ഉദരത്തിൽ തന്നെ പുറപ്പെടുന്നവൻ നിന്റെ അവകാശിയാകും. കൃത്യമായ വചനം ദൈവം അവന് കൊടുത്തു. നമുക്ക് വീണ്ടും എൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരാം. ഉൽപ്പത്തി 15:7. പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു. അബ്രഹാമേ, ഞാൻ നിന്നെ വലിയവയ്ക്കായി വിളിച്ചിരിക്കുന്നു. കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഒരു വിഗ്രഹാരാധിയായി നിൽക്കുന്ന സമയത്ത് വിഗ്രഹാരാധികളുടെ മധ്യത്തിൽ നിന്ന് നിന്നെ വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്നത് ഞാനാകുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവർ,
നാം അനേകർ അറിയുന്നില്ല. ഞാൻ കൂട്ടായ്മയ്ക്ക് പോയ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇത്രാമത്തെ വയസ്സിലാണെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ നാം ജനിക്കുമ്പോൾ തന്നെ നമ്മെ കണ്ടവനായ ദൈവം, നമ്മെ താങ്ങി നടത്തുന്നവനായ ദൈവം, കൽദയപട്ടണമായ ഊരിൽ നിന്ന് അബ്രഹാമിനെ കൊണ്ടുവരുന്നത് അബ്രഹാമിൻ്റെ പിതാവായ തേറഹാണ്. അത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, കൽദയപട്ടണമായ ഊരിൽ നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു. കൃത്യമായി അരുളി ചെയ്തു. ഞാൻ അന്ന് മുതലേ നിന്നെ ഞാൻ കോൺട്ര ചെയ്യുകയായിരുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി 15-ന്റെ 8-ാം വാക്യത്തിൽ അരുളി ചെയ്യുന്നത് എന്താണ്? കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളതിന് എനിക്ക് എന്തൊന്നിനാൽ അറിയാമെന്ന് അവനോട് ചോദിച്ചു. ദൈവം വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ട്, സൗജന്യമായി ദൈവം അബ്രഹാമിന് വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടും അബ്രഹാം ചോദിക്കുന്നത് എന്താ? കേട്ടില്ലേ? ഞാനതിനെ അവകാശമാക്കുമെന്ന് എനിക്ക് എന്തോ അതിനാൽ അറിയാം. ഉറപ്പ് വന്നിട്ടില്ല, ദൈവത്തിൽ വിശ്വാസം വന്നിട്ടില്ല. ദൈവം എന്നെ വിളിച്ച് വേദനിച്ചു എന്നുള്ള ഉറപ്പ് അബ്രഹാമിന് കിട്ടിയിട്ടില്ല. വിശ്വാസിയായി തീർന്നിട്ടില്ല അബ്രഹാം. ഇപ്പോഴും ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ് അബ്രഹാം. എൻ്റെ പ്രിയപ്പെട്ടവർ, വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു, അബ്രഹാം ഭയാനകമായ കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. നമുക്ക് എൻ്റെ 9-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി 15-9. കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കൊറുമ്പ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. നിത്യനായ ദൈവം എന്നോട് പറഞ്ഞു, നീ യാഗം കഴിക്ക്, യാഗത്തോടെ ഞാൻ നിനക്ക് മറുപടി തരാം, ഇതാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും യാഗം കഴിക്കുക. കൃത്യമായി ദൈവം അവന് പറഞ്ഞു കൊടുത്തു. 10-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്? ഇവയൊക്കെയും അവൻ കൊണ്ടുവന്നു ഒത്ത നടുവേ പിളർന്നു ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു, പക്ഷികളെയോ അവൻ പിളർന്നില്ല. സ്തോത്രം. അബ്രഹാമിന് തൻ്റെ പാപം വെളിപ്പെടുത്തി കൊടുക്കുവാനും ദൈവം അധ്വാനിക്കുകയാണ്. 5 കാര്യങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. 5 അബ്രഹാം കൊണ്ടുവന്നു. 5നെയും യാഗപീഠത്തിൽ വെച്ചു. പക്ഷേ കുറുപ്രാവിനെയും പ്രാവിൻ കുഞ്ഞിനെയും അബ്രഹാം പിളർന്നില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിച്ചത്? ദൈവത്തിന് യാഗമർപ്പിക്കേണ്ടത് എങ്ങനെയാണ്? എന്നാൽ ലേവ്യ പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കൃത്യമായി വായിക്കുന്നുണ്ട്. തീൻപണ്ടം മലത്തോടുകൂടെ പറിച്ചെടുത്ത് വെണ്ണീരിടുന്ന സ്ഥലത്തിടേണ്ടതാണ്. ദൈവത്തിന് യാഗം കഴിക്കുമ്പോൾ കുറുപ്രാവിൻ്റെയും പ്രാവിൻ കുഞ്ഞിൻ്റെയും തീൻപണ്ടം അതിൻ്റെ മലത്തോടെ പറിച്ചെടുത്ത് വെണ്ണീരിടുന്ന സ്ഥലത്തിടേണ്ടതാണ്. 51-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയും, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ, ദൈവാലയത്തിൽ നിൽക്കുമ്പോൾ, കൂട്ടായ്മ നിൽക്കുമ്പോൾ, നല്ല വെള്ള വസ്ത്രം ധരിച്ച ഭക്തനെ പോലെ നിൽക്കുമ്പോൾ നിന്റെ പുറമേയുള്ളതല്ല ദൈവം നോക്കുന്നത്, അന്തർഭാഗത്തിലെ സത്യമല്ലോ ദൈവം ഇച്ഛിക്കുന്നത്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യിരെമ്യാ പ്രവാചകൻ ഇപ്രകാരം പറയും. യിരെമ്യാവ് 13-16. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാലന്ധകാര പർവ്വതങ്ങളിൽ ഇററിപ്പോകുന്നതിനും മുമ്പേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പീൻ. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസും കൂരിരുട്ടും വരുത്തും. സ്തോത്രം. ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാല അന്ധകാര പർവ്വതങ്ങളിൽ ഇടറുന്നതിനും മുൻപ് നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പീൻ. നിന്റെ ജീവിതപാതയിൽ ഇരുട്ട് വരുമ്പോൾ, അന്ധകാരവും കൂരിട്ട് തന്നെ ബാധിക്കുമ്പോൾ, അതിനു മുൻപ് നീ ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ, നിന്റെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പീൻ. അല്ലെങ്കിൽ നിങ്ങളെ പ്രകാശത്തിന് കാത്തിരിക്കവൻ അന്ധതമസും കൂരിട്ടും വരുത്തും. കൃത്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, അവൻ്റെ അത്ഭുത പ്രകാശം ഹൃദയത്തിലേക്ക് അടിക്കുവാൻ, അവൻ്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് വരുവാൻ, അവൻ്റെ വചനം ഹൃദയത്തിലേക്ക് വരുവാൻ തൊക്കെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച ദൈവത്തോട് നിരപ്പായിരിക്കേണ്ടതാണ് ഓരോ വിശ്വാസിയും. അല്ലെങ്കിൽ കൂരിരുട്ടും അന്ധതമസും വരും. വളരെ വ്യക്തമായ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. നമുക്ക് വീണ്ടും വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. ദൈവത്തിന് യാഗം കഴിക്കുന്നതായ യാഗവസ്തുക്കളിൽ അതിൽ ദൈവം പ്രസാദിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ തീയാണ് ഇറങ്ങേണ്ടത്. സ്വർഗത്തിലെ തീ ഇറങ്ങിയാണ് ദഹിപ്പിക്കേണ്ടത്. ദൈവം പ്രസാദിച്ചു എന്നുള്ളതിൻ്റെ തെളിവതാണ്. അബ്രഹാം എല്ലാം വെച്ചു, നിയമപ്രകാരമൊക്കെ വെച്ചു. പക്ഷേ അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ അകത്ത് നിൽക്കുന്നു.
അബ്രഹാം കള്ളം പറഞ്ഞത്, അബ്രഹാം ഭാര്യയെ കൊണ്ട് കള്ളം പറയിപ്പിച്ചത് അബ്രഹാം അകൃത്യമായി കണ്ടില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല, ദൈവമായി നിരപ്പ് വന്നിട്ടില്ല. അതിൻ്റെ പ്രതീകമാണ് ഇതാ പിളരാറ് പ്രാവിൻ കുഞ്ഞിനെയും കുറുപ്രാവിനെയും യാഗപീഠത്തിൽ വെച്ചിരിക്കുന്നത്. എത്ര ഗൗരവമേറിയ വിഷയമാണ്. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. യാഗം കഴിക്കുന്ന ദൈവവേദലേ, പ്രാർത്ഥിപ്പാൻ ദൈവസ്വനിച്ച് നിൽക്കുന്ന ദൈവവേദലേ, നിൻ്റെ ഹൃദയമാണ് ദൈവം കാണുന്നത്. നിൻ്റെ ഹൃദയ ദൈവത്തോട് നിരപ്പ് വന്നോ? സ്തോത്രം. ഇത് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ അബ്രഹാമിന് തെറ്റുപറ്റി. അവിടെ തീ ഇറങ്ങിയില്ല, പകരമോ തീ ഇറങ്ങുന്നില്ലെങ്കിൽ റാഞ്ചൻ പക്ഷി ഇറങ്ങും. ദൈവം പ്രസാദിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് തീ, സ്വർഗത്തിലെ തീ. അതിറങ്ങുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ യാഗവസ്തു അത് റാഞ്ചൻ പക്ഷിക്കുള്ളതാണ്. റാഞ്ചൻ പക്ഷി സാത്താനെ കാണിക്കുന്നു, അത് സാത്താൻ്റെ അവകാശമാണ്. എന്നാൽ നാം യാഗം കഴിക്കുന്നു, ആ യാഗത്തിൽ ഇറങ്ങുന്നത് സ്വർഗത്തിലെ അഗ്നിയോ അതോ റാഞ്ചൻ പക്ഷിയോ? ഇന്നും പ്രാർത്ഥനകളുണ്ട്, കൂടിവരവുകളുണ്ട്, കൂട്ടായ്മകളുണ്ട്, ചടങ്ങുകളുണ്ട്, ആചരണങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. പക്ഷേ ഹൃദയത്തിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ സ്നേഹമോ സ്വർഗീയ വെളിച്ചമോ അതോ റാഞ്ചൻ പക്ഷിയോ? നാം ദിനംതോറും പാപത്തിലേക്ക് പോവുകയാണോ? റാഞ്ചൻ പക്ഷിയുടെ അടിമത്തത്തിലേക്കായി പോവുകയാണോ? ദൈവം കൃത്യമായി കാണിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വരുന്നവനെ കാണിച്ചു കൊടുത്തു. നമുക്ക് അടുത്ത വാക്യം വായിച്ച് കേൾക്കാം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വീണു. എന്താണ് അബ്രഹാമിനെ യാഗം കഴിച്ചപ്പോൾ കിട്ടിയത്? യാഗം കഴിക്കുമ്പോൾ കിട്ടേണ്ടത് അവിടെ ദൈവത്തിൻ്റെ തീയാണ് ഇറങ്ങേണ്ടത്. യാഗോസിനെ ദഹിപ്പിക്കുകയാണ് വേണ്ടത്. സകല ആലംബിക അനുഗ്രഹങ്ങളുമാണ് കിട്ടുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് കിട്ടേണ്ടത്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കിട്ടേണ്ടത്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കിട്ടേണ്ടത്. എന്നാൽ എന്താണ് അബ്രഹാമിന് കിട്ടിയത്? സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിനൊരു ഗാഠനിദ്ര വന്നു, ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വീണു. യാഗം കഴിച്ചു, ഗാഠനിദ്ര. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഗാഠനിദ്രയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അബ്രഹാമിൻ്റെ ഗാഠനിദ്ര. സ്തോത്രം. യോനാ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് ഗാഠനിദ്രയിലായതുപോലെ, ശിംശോൻ ദലീലയുടെ മടിയിൽ ഉറങ്ങിക്കിടന്നതുപോലെ, ഇന്ന് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ സാത്താൻ്റെ മടിയിൽ ഉറങ്ങുകയാണ്. ഈ ലോകത്തിൻ്റെ മേളങ്ങളിൽ മുഴുകി ജഡിക ഇമ്പങ്ങൾ രസിച്ച് ഇന്ന് മനുഷ്യൻ ഗാഠനിദ്രയിലായിരിക്കുകയാണ്. എന്താണ് കാരണം? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. 12:13: നീ എൻ്റെ സഹോദരി എന്ന് പറയണമെന്നാൽ നിൻ്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. അബ്രഹാം കൃത്യമായി ഭാര്യയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. ദൈവത്തിലെ ദൈവം വേദനിക്കുന്നതല്ലേ, ദൈവത്തിൻ്റെ അരുളപ്പാടുകളല്ലല്ലോ അത്. സ്തോത്രം. നമുക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടോ? നമുക്ക് ദൈവത്തോടെ എന്തെങ്കിലും ഏറ്റു പറയാനുണ്ടോ? നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. നമുക്ക് ദൈവങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവേ, എൻ്റെ പാവങ്ങൾ എനിക്ക് ക്ഷമിച്ചു തരണമേ. എല്ലാം വന്നുപോയി കർത്താവേ, നീ ക്ഷമിക്കില്ലാതെ വേറൊരു മാർഗവുമില്ല. എന്നോട് ക്ഷമിക്കണമേ, തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. അവിടുത്തെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. മാനവ മഹത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ.